അപ്പൂപ്പൻ കുറ്റി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട്. ഇത് വലിയൊരു പോങ്ങ മരത്തിൻ്റെ ആയിരുന്നല്ലോ. പോങ്ങ മരത്തിൻ്റെ കുറ്റിയാണ്. ഒരു ആനയുടെ ഒക്കത്ത് ഇരുന്നതാണ്. ഇപ്പം ചെറുതായി ഒടിഞ്ഞും പറഞ്ഞ് ഇങ്ങനെ വന്ന് ഇത്രയും ആയിരിക്കുന്നത്. അപ്പോൾ കുറ്റി എന്ന് പറയുന്നത് ഇതിനെയാണ് ഇപ്പോൾ. ഇപ്പം അതിൻ്റെ അരി പണ്ടും ഇത് തന്നെ അപ്പൂപ്പൻ കുറ്റി. ഇവിടെ ഇങ്ങനെ ഇതുവഴി മുറുക്കാനൂടെ അവിടെ വെക്കാം. ഇതിലൂടെ വെക്കാം. അവിടെ നടക്കുന്നു. അത് ഇവർ കുന്തിരിക്കങ്ങനെ കാട്ടിൽ പോയി വെട്ടിക്കൊണ്ട് കൂടെ വന്ന് കയറിയത് ആനയെ ചേട്ടി ഒരു തന്തയും മോനും ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും കൂടി ആറ്റിലോട്ട് ചാടിയ കൂട്ടത്തിൽ മൂക്കിലൂടെ കുന്തിരിക്ക ഈ പൂനിയിലാണ്. പൂനി അവിടെ ഇറക്കാൻ ഇത്തിരി താമസിച്ച ഇറക്കം കൊണ്ട് മോൻ അങ്ങ് ആറ്റിൽ ചാടി. അപ്പം ഈ പൂനി ഇറക്കിയപ്പോഴത്തേക്ക് ആന ഇതിലെ കൂടെ വന്ന് ഇങ്ങനെ അവിടെ ചേർത്താണ് ഈ മരത്തിൻ്റെ അപ്പുറത്ത് വെച്ച് അടിച്ചവിടെ ഇട്ടു. ഒരടി ഇങ്ങനെ അടിച്ച് അത് അവിടെ തന്നെ കിടന്നു. അങ്ങനെ പോയി. അവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ഈ നിൽക്കുന്ന മരത്തിൻ്റെ വീട്ടിലാണ് കുഴിച്ചിട്ടത്. ആ മരത്തിൻ്റെ അവന് കൂടെ പിന്നെ അന്ന് ഈ കുറ്റിയുണ്ട്. അവന് കൂടെ കൊണ്ടുവന്ന ആളുകൾ ഇങ്ങനെ തിരി കൊണ്ടുവന്ന് കത്തിച്ചിപ്പോൾ അപ്പൂപ്പം കുറ്റി